ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ഈശോയ്ക്കും കൃപാസനം പ്രസാദന മാതാവിനും ഒരുപാട് നന്ദി. എൻ്റെ പേര് സ്നേഹ. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വരുന്നു. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം, എനിക്ക് നീറ്റ് എക്സാം വഴി MBBS അഡ്മിഷൻ കിട്ടിയതാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഞാൻ 2021 +2 പാസ് ഔട്ട് ആയതാണ്. 2021 എക്സാം എഴുതിയപ്പോൾ എനിക്ക് കിട്ടിയില്ലായിരുന്നു. 2022 ഞാൻ റിപ്പീറ്റ് ചെയ്തു, എന്നിട്ടും എനിക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, നമുക്ക് മറ്റുള്ളവരെ പോലെ സാമ്പത്തികമൊന്നുമില്ല, അതുകൊണ്ട് നീ നഴ്സിംഗ് പഠിക്കാൻ പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇനിയും റിപ്പീറ്റ് ചെയ്യാൻ പോയപ്പോൾ എനിക്കൊരു സങ്കടമായിരുന്നു. എനിക്ക് 5ാം ക്ലാസ് മുതലുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് ഡോക്ടറിന് പഠിക്കണമെന്ന്. അപ്പോൾ എനിക്ക് പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കോളേജിൽ ക്രാഷ് കോഴ്സ് കണക്ക് ഒരു വർഷം വരെ 2023 ചെയ്തപ്പോൾ ഞാൻ ഒരു വിമൻസ് ഹോസ്റ്റലിൽ നിന്നാണ് ഈ ക്രാഷ് കോഴ്സ് ചെയ്തത്, ഓൺലൈൻ വഴി. അപ്പോൾ എക്സാമിൻ്റെ ലാസ്റ്റ് മന്ത് ആയപ്പോൾ എനിക്ക് പനി പിടിച്ച് എനിക്ക് പഠിച്ചതൊക്കെ മറന്നുപോയി. എൻ്റെ ലാസ്റ്റ് മന്തായി, എനിക്ക് എന്തെഴുതാൻ പറ്റുമെന്ന് വലിയൊരു കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ എക്സാം എഴുതാൻ പോയപ്പോൾ ഞാൻ കാശുരൂപവും തൈലവും ഉപ്പും കൊണ്ടാണ് പോയത്. അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു എക്സാം എഴുതിയപ്പോൾ എക്സാം എനിക്ക് വലിയ എളുപ്പമായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് നല്ല കുറവായിട്ടുള്ള റിസൾട്ടാണ് വന്നത്. എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് എക്സാം എളുപ്പമായിരുന്നു, എന്നിട്ടും വളരെ കുറവായിട്ടുള്ള റിസൾട്ടാണ് വന്നത്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നല്ലൊരു റാങ്ക് തന്നെ കയറി വന്നായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടുമായിരിക്കും, എനിക്ക് കുറച്ച് റാങ്ക് കൂടി കിട്ടിയാൽ അപ്പോൾ കൂടുതലും രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ കുറച്ചുകൂടെ റാങ്ക് കൂടിയ രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ വന്നപ്പോഴും എനിക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് വലിയ സങ്കടമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഹോസ്റ്റലിൽ ഒരു ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, ചേച്ചി എനിക്ക് പഠിക്കണമെന്ന് വലിയ ആഗ്രഹമാണ്, പക്ഷേ രണ്ടാമത്തെ അലോട്ട്മെൻറ്റിലും കിട്ടിയില്ല. അപ്പോൾ ചേച്ചി പറഞ്ഞു, നീ കൃപാസനം പ്രസാദന മാതാവിനെ മുറുകെ പിടിക്ക്, നീ വിശ്വാസം കളയാതിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രണ്ടാമത് ഇവിടെ ഉടമ്പടി പുതുക്കിയിട്ട് എൻ്റെ ആത്മീയ ജീവിതവും പ്രേക്ഷിത പ്രവർത്തനവും ഒരുപാട് കൂട്ടി. അപ്പോൾ എനിക്ക് മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ എനിക്ക് അഡ്മിഷൻ ആസ്റ്ററിൻ്റെ ബ്രാഞ്ചിലുള്ള ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി. എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് കൂട്ടുകാർ എഴുതിയായിരുന്നു. അവർ +2 പാസ് ഔട്ട് ആയപ്പോഴും അവർക്ക് ഒരുപാട് എന്നെക്കാളും നല്ല മാർക്കോടെ അവർ പാസ് ഔട്ടായിരുന്നു. പക്ഷേ അവരൊക്കെ പഠിച്ചതിനെ കാട്ടി നല്ല മാർക്കോടെ എനിക്ക് എക്സാം എഴുതി പാസ്സാവാൻ പറ്റി. ഞാൻ നീറ്റ് എക്സാം മോഡൽ എക്സാം ഒക്കെ എഴുതാൻ പോകുമ്പോൾ കാശ്രൂപവും തൈലവും ഉപ്പും കൊണ്ടുപോകാറുണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിയിൽ പത്രം ഓരോരുത്തർക്കും ഇങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലി കൊടുത്തിട്ട് പറയും, എനിക്ക് ഒരുപാട് ഗ്രേസ് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ ഈ പത്രം വായിക്കണമെന്ന് പറയുമായിരുന്നു. രണ്ടാമതായിട്ട് പറയാനുള്ളത് എൻ്റെ അനിയൻ്റെ എക്സാം ആയിരുന്നു. അവൻ +2 പാസ് ഔട്ടായി. അവൻ 10th തൊട്ടേ കടലിൽ പോയിട്ട് വന്നിരുന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. രാത്രി കടലിൽ പോവും, രാവിലെ ക്ലാസ്സിന് പോവും, അങ്ങനെയായിരുന്നു. ഉറങ്ങണ സമയം എപ്പോഴാണെന്ന് അറിയില്ല, ക്ലാസ്സിലൊക്കെ ഇരുന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ ടീച്ചേഴ്സ് വഴക്ക് പറയുമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് അവൻ ടീച്ചേഴ്സ് വഴക്ക് പറഞ്ഞാലും ക്ലാസ്സിന് പോകുമായിരുന്നു. അപ്പോൾ എനിക്ക് സങ്കടമായിരുന്നു, ഇവൻ പഠിക്കുന്നില്ല, ഞാൻ മാത്രം പഠിക്കുന്നുണ്ടെന്നും പറഞ്ഞ്. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു, ഇവനെ പാസ്സാക്കണേന്ന് പറഞ്ഞു. അപ്പം +2 എക്സാമിന് 6 വിഷയമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവൻ എക്സാം എഴുതാൻ പോകുമ്പോൾ ഇവൻ്റെ ഹോൾ ടിക്കറ്റിൽ ഞാൻ തൈലം പൂശി കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ് എക്സാം എഴുതിയിട്ട് വന്നിട്ട് പറഞ്ഞു, എക്സാം ഭയങ്കര പാടായിരുന്നു, എനിക്ക് പാസ്സാവാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ അവൻ ഇംഗ്ലീഷ് എക്സാമിന് പാസ്സായില്ലായിരുന്നു. പിന്നെ രണ്ടാമത് എക്സാം എഴുതിയപ്പോൾ അവൻ പറഞ്ഞു, അത് മുന്നത്തെക്കാൾ എക്സാം ടഫായിരുന്നു, ഞാൻ ഇത് പാസ്സാവില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ മാതാവിനോട് മുറുകെ പ്രാർത്ഥിച്ചിരുന്നു അവനെ
അവനെ തോപ്പിക്കലേ എന്നും പറഞ്ഞു. അപ്പം മാതാവ് അവനെ ജയിപ്പിച്ചായിരുന്നു. രണ്ടാമത് എക്സാം എഴുതിയപ്പോൾ അവനെ ജയിപ്പിച്ചായിരുന്നു. മൂന്നാമതായുള്ള സാക്ഷ്യം എൻ്റെ അമ്മയുടേതാണ്. അമ്മയ്ക്ക് വർഷങ്ങളായി കാലുവേദനയും നടുവേദനയും ഉണ്ടായിരുന്നു. അമ്മ ട്രീറ്റ്മെൻ്റ് ഒന്നും അതിന് എടുക്കില്ലായിരുന്നു. ഞാൻ നിയോഗവും വെച്ചില്ലായിരുന്നു. പക്ഷേ അമ്മയുടെ കാലിൽ ഞാൻ തൈലം പൂശി എന്നും രാത്രിയും രാവിലെയും പ്രാർത്ഥിക്കുമായിരുന്നു. കൃപാസനം പ്രസാദന മാതാവിൻ്റെ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അമ്മയുടെ കാലുവേദന അമ്മ അറിയാതെ തന്നെ മാറിയെന്നാണ് പറയുന്നത്. പള്ളിയിൽ പോയിരിക്കുമ്പോൾ അമ്മയ്ക്ക് ചമ്പ്രം പടഞ്ഞിരിക്കാനൊന്നും പറ്റില്ലായിരുന്നു. വാഷ്റൂമിൽ പോകുമ്പോൾ ഇരിക്കാൻ പറ്റൂലായിരുന്നു. അമ്മയ്ക്ക് ഒരു 5-6 വർഷമായിട്ട്, അമ്മയ്ക്ക് 6 വർഷമായിട്ടെങ്കിലും ആ വേദന ഉണ്ടായി കാണും. അപ്പം അമ്മ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുത്തില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് കാലിൽ തൈലം പൂശിയും പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം അമ്മയുടെ വേദന എങ്ങനെ പോയെന്ന് അമ്മയ്ക്ക് തന്നെ അറിയില്ല. അമ്മ പറയും, ഇപ്പം എനിക്ക് പള്ളിയിൽ പോയാൽ നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ പറയും. പിന്നെ എൻ്റെ അമ്മാമ്മയുടേത്, അതായത് അമ്മയ്ക്ക് നാക്കിലൊരു മുറിവുണ്ടായിരുന്നു. അമ്മമ്മ ഹാർട്ട് പേഷ്യൻ്റാണ്. അപ്പം നാക്കിലൊരു മുറിവുണ്ടായി. അപ്പം അമ്മമ്മയ്ക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റൂലായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെ മുറിവ് വരുന്നത് സാധാരണ ക്യാൻസറിൻ്റെ ആരംഭമാണ്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് അവർ മരുന്ന് തന്നു വിട്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരാഴ്ച ഞാൻ മരുന്ന് അമ്മമ്മയുടെ നാക്കിൽ പൂശി കൊടുക്കുമായിരുന്നു. ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ഉണങ്ങുന്നില്ല, നിങ്ങൾ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ മരുന്ന് നിർത്തിയിട്ട് അമ്മമ്മയുടെ നാക്കിൽ തൈലവും എണ്ണയും കൂടെ ഇട്ട് കൊടുക്കാൻ തുടങ്ങി. അടുത്ത ആഴ്ച കൊണ്ടുപോയപ്പോൾ അമ്മമ്മയ്ക്ക് അത് പൂർണ്ണമായി മാറി. ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു, ഇത് ഇങ്ങനെ സംഭവിക്കാത്തതാണ്, ഇതൊരു മിറാക്കിൾ തന്നെയാണെന്ന്. പിന്നെ ഞങ്ങൾക്ക് കടയുണ്ടായിരുന്നു. അപ്പോൾ ആ കടയിൽ ഞങ്ങൾ അതായത് ഒരു 8 വർഷം മുമ്പ് ഞങ്ങൾ കടയുടെ ലൈസൻസ് ലോണിന് വെച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് 2 ലക്ഷം രൂപ ഞങ്ങൾ അത് ലോൺ എടുത്തായിരുന്നു. അപ്പോൾ അതിനുശേഷം പപ്പ മരിച്ചായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾക്ക് അത് അടയ്ക്കാൻ പറ്റാതിരുന്നപ്പോൾ അത് ഒരുപാട് ലോൺ കയറി. അപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഞങ്ങൾക്കൊരു നോട്ടീസ് വന്നു, ഇത് അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ കടയുടെ ലൈസൻസ് റദ്ദാക്കുമെന്നും പറഞ്ഞ്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ അദാലത്ത് വന്നപ്പോൾ വിളിച്ചായിരുന്നു അവിടുത്തെ ബാങ്കിലെ ആൾക്കാർ. അപ്പോൾ വിളിച്ചപ്പോൾ അദാലത്ത് വന്നു. അപ്പോൾ അമ്മ കാശ് രൂപം കൊണ്ടാണ് അവിടെ പോയത്. ജഡ്ജിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അമ്മ ഈ കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ചിരിക്കുമായിരുന്നു. 2 ലക്ഷം രൂപയുടെ ലോണ് 4 ലക്ഷം രൂപയായി കിടക്കുമായിരുന്നു, പലിശയും കൂടെ കൂട്ടി. അപ്പോൾ എൻ്റെ അമ്മ പ്രാർത്ഥിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അവിടുത്തെ ജഡ്ജി പറഞ്ഞു, നിങ്ങൾക്ക് 6 മാസത്തിനുള്ള അവധി തരാം, അതിനകം നിങ്ങൾ ഇത് ഞങ്ങൾ ഒരുപാട് കുറച്ചിട്ടുണ്ട്, 50,000 രൂപയാക്കി തന്നു. അപ്പോൾ അത് ഞങ്ങൾ ഇതുവരെ അടച്ചിട്ടില്ല, സാവകാശം കിട്ടിയിട്ടുണ്ട്. പിന്നെയുള്ള സാക്ഷ്യം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ബുദ്ധിമുട്ട് കാരണം വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഒരുപാട് അന്വേഷിച്ച് നടക്കുമായിരുന്നു. കടയിൽ സാധനം വാങ്ങിച്ചിടാൻ പറ്റാത്ത ഒരവസ്ഥ വന്നപ്പോൾ ഞങ്ങളത് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതെങ്കിലും ഒരു വരുമാന മാർഗ്ഗം ആകട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളിങ്ങനെ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ നല്ലൊരു വാടകയും വേണം, നല്ലൊരു ഡെപ്പോസിറ്റ് എമൗണ്ട് വേണം. ഡെപ്പോസിറ്റ് എമൗണ്ട് ഞങ്ങൾ ലോൺ അടയ്ക്കാൻ വേണ്ടിയാണ് അത് ആഗ്രഹിച്ച് ഇങ്ങനെ ഒരു 50,000 രൂപ ഡെപ്പോസിറ്റും 3,000 രൂപ വാടകയെന്നും പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും അറിയിച്ചായിരുന്നു. പക്ഷേ ഇവിടെന്നും ഞങ്ങൾക്ക് ഇങ്ങനെ കോളൊന്നും വന്നില്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം അമ്മയുടെ സങ്കടം കണ്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, ഞങ്ങൾക്കിങ്ങനെ കട വാടകയ്ക്ക് ഈ ഒരു എമൗണ്ട് വരെയാണെങ്കിൽ ഞാൻ അമ്മയുടെ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്നും പറഞ്ഞ് നേർന്നായിരുന്നു. ഞങ്ങൾ ശനിയാഴ്ചയാണ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചത്. പിറ്റേന്ന് ഞായറാഴ്ച തന്നെ ഒരു ആൻറ്റി, ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരു ആൻറ്റി ആയിരുന്നു. അപ്പോൾ ആ ആൻറ്റി വന്നു ഞങ്ങളുടെ കട ഈ 50,000 രൂപ ഡെപ്പോസിറ്റും 3,000 രൂപ വാടകയ്ക്കും ഇങ്ങനെ എടുത്തായിരുന്നു. ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് ഓൾഡ് ഏജ് ഹോമിൽ
ഓൾഡ് ഏജ് ഹോമിൽ പോയി അവരെ നോക്കുമായിരുന്നു, അവരായിട്ട് സ്പെൻഡ് ചെയ്യുമായിരുന്നു അവരുടെ സമയം. പിന്നെ വഴിയിലിരിക്കുന്നവർക്ക് ആഹാരം വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുമായിരുന്നു. പിന്നെ പത്രം എല്ലായിടത്തും ഇങ്ങനെ വിതരണം ചെയ്യുമായിരുന്നു. കൂടുതലും ഞാൻ നീറ്റ് എക്സാം എഴുതാൻ പോകുമ്പോൾ, അതായത് കോളേജിൻ്റെ തന്നെ എക്സാം ഉണ്ടാവും, അങ്ങനെ എഴുതാൻ പോകുമ്പോൾ ഈ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നവർക്കും വഴി പോകുന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കുമായിരുന്നു. അമ്മ എനിക്കിങ്ങനെ മെഡിസിൻ പഠിക്കാൻ കിട്ടിയപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. അപ്പം അമ്മ ഇപ്പോൾ ആരെങ്കിലും വന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയണത് അത് അവളുടെ കഴിവ് കൊണ്ട് കിട്ടിയതല്ല, കൃപാസന മാതാവിൻ്റെ കൃപ കൊണ്ട് കിട്ടിയതാന്ന് പറയും. അമ്മ ആര് ചോദിച്ചാലും ഇങ്ങനെ പറയുള്ളൂ, എൻ്റെ കഴിവ് കൊണ്ട് കിട്ടിയതല്ല, കൃപാസന മാതാവിൻ്റെ കൃപ കൊണ്ട് കിട്ടിയതാണ്. എൻ്റെ ഒരു അനുഭവം വെച്ച് എൻ്റെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് ഇപ്പോൾ കൃപാസനത്തിൽ വരാറുണ്ട്.